ഇപ്പോൾ വളരെ തിളങ്ങി നിൽക്കുന്നൊരു നായകനാണ് നമ്മുടെ ജയസൂര്യ. ജയസൂര്യയുടെ കൂടെ അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് ജയസൂര്യ എവിടെ ഞാൻ കലാഭവനിൽ ഇൻ്റർവ്യൂവിന് എന്തോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നസീറിൻ്റെ ട്രൂപ്പിലെ കളിച്ചിരുന്ന കോട്ടയം നസീറിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കലാഭവനിലേക്ക് ഒരു പ്രാവശ്യം ജയസൂര്യ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ആരാവുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സിനിമ നടനാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ജയസൂര്യ അന്ന് വന്നപ്പോൾ ഇന്നത്തെ ഒരു നായകനായിട്ട് വരുന്നു ഞാനും വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് അന്നവനെ ഞാൻ കലാഭവനിലേക്ക് എടുത്തേനെ. സോറി ജയസൂര്യ, എന്നോട് ക്ഷമിക്കണം. അന്ന് തന്നെ കലാഭവനിലേക്ക് എടുക്കാൻ പറ്റാത്തല്ലേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ജയനെ കാണുന്നത് ശരിക്കും ഞങ്ങൾ അഭിനയിച്ചത് ഷേക്സ്പിയർ അമ്മ മലയാളം. അതിനകത്ത് ജയൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ പടത്തിൽ തന്നെ നാടകങ്ങളൊക്കെ കുറിച്ച് ഏറ്റവും ആളുകൾ ഇപ്പം മറന്നു കിടക്കുന്ന സമയങ്ങളാണ്. കഥാപ്രസംഗമായിട്ടും നാടകമായിട്ടും ഇതെല്ലാവരും മറന്നുപോയി എന്നുള്ള, ആ കലയെക്കുറിച്ച് ആരും ചിന്തിക്കണ പോയില്ല എന്നുള്ളതാണ്. ആ പടം ഷേക്സ്പിയർ എന്ന മലയാളം എന്നുള്ളത് നാടകത്തിന് ഒരുപാട് ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ആ പടത്തിലാണ് ഞാൻ ജയസൂര്യനെ ആദ്യം അഭിനയിക്കുന്നത്.